ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദിബിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ഓർമ്മകൾ പൂക്കുന്ന നേരം എന്ന ഷോർട്ട് ഫിലിം മ്യൂസിക്കൽ ആൽബത്തിൻ്റെ റിലീസിംഗ് ആണ്. അങ്ങനെ ഈ മ്യൂസിക്കൽ ആൽബത്തിൻ്റെ റിലീസിങ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് നമ്മൾ കവാടമൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ഓർമ്മകൾ പൂക്കുന്ന നേരം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. മാത്രമല്ല കേട്ടോ, ഈ മ്യൂസിക്കൽ ആൽബത്തിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഞാനാണ്. അതുകൊണ്ടാണ് ഇത് എടുക്കാനുള്ള കാരണം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഫ്ലവറൊക്കെ സെറ്റാക്കിയാണ്. അപ്പം നമ്മളിതിൻ്റെ ചടങ്ങ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടോ, ഒരുപാട് മൊമെൻറ്റോകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഭിനേതാക്കൾക്കും നമ്മുടെ ടെക്നീഷ്യന്മാർക്കെല്ലാം വേണ്ടിയിട്ട് മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഇത് ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. സുധീഷ് കരിയാടിൻ്റെ പിക്ചർ എപ്പോഴും നല്ല ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച അഭിനേതാവ് പ്രിയപ്പെട്ട നായകൻ യദുകൃഷ്ണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമിലെ നായിക അനുശ്രീയ രാജൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ വർക്കിന് മേക്കപ്പ് ഇട്ടിരിക്കുന്ന നമ്മുടെ സുധി കരിയാടിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരാളെ ഞാൻ കണ്ടില്ല, ആദ്യമേ പറയേണ്ടതായിരുന്നു, പുറകിലായിരുന്നു, കണ്ടില്ല. ആരാദ്യം പറയാത്തോണ്ട് പ്രത്യേകിച്ച് എനിക്ക് ആരും പരാതിയൊന്നും വരാൻ പോകുന്നില്ല. വീട്ടിൽ നിന്ന് കിട്ടും ചിലപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ ശ്രീമൻ പ്രേംദാസ് അദ്ദേഹത്തെ നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയും ആ ഷോസൊക്കെ കണ്ടപ്പെടും. മാത്രമല്ല ഒന്ന് രണ്ട് സദസ്സിലുള്ള ബഹുമാനപ്പെട്ടവരെ, ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏതാണ്ട് പകുതി പേരെങ്കിലും ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കാൻ ഓർമ്മകൾ പോകുന്ന നേരം എന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ ദിബിൻ ദാസിന്റെ അച്ഛൻ നാടക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ പ്രേംദാസ് വടകരയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങാൻ സംവിധായകൻ ദിബിൻ ദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകാൻ വേണ്ടി യതിരേന്ദ്ര മാസ്റ്ററെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഓർമ്മകൾ പോകുന്ന നേരം എന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമിന്റെ DOP അനൂപ് ഉണ്ണികൃഷ്ണനെ ആദരവ് ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകാൻ വേണ്ടി മ്യൂസിക് ലവർ സംഘം സജീവ ദേവത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാര്യമായി മതിയോ?
പകരം കൂടിയാണ്. അടുത്തതായി ഓർമ്മകൾ പൂക്കുന്ന നേരം എന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമിന്റെ കഥ, തിരക്കഥ, സംഗീതവും ചെയ്ത അശ്വിൻ ഭാസ്കറിനെ ആദരവ് ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകാൻ വേണ്ടി ശ്രീ രാജേന്ദ്രൻ തായാട്ടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
എന്തായാലും ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. ഇനി റിലീസിങ്ങിൻ്റെ ടൈമാണ്. എന്തായാലും അത് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. എല്ലാ ആർട്ടിസ്റ്റുകളും ക്ഷണിക്കപ്പെട്ടവരെല്ലാം തന്നെ നമ്മൾ റിലീസിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ ഫുൾ ലൈറ്റ് ഓഫ് ആക്കി. ഇനി ഇതിൽ റിലീസിങ് ആണ്, നമുക്കത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.